Assalamu alaikum. Good morning, my dear students. Welcome back to our English class. Okay, today we can continue our class. Take page number 20. Now, we have discussing the profile of Stephen Hawking. Quest for a theory of everything. Kitty Gale Ferguson. Okay, then take page number 21, the second last paragraph. Okay, listen. Then what happened is our Stephen Hawking joined in Cambridge University to do his PhD. Okay, then his first year at Cambridge was worse than that at Oxford. His slipshod mathematical background caught up with him, and he found general relatively extremely tough and there far more disastrous problems around them. During his third year of Oxford, Hawking started getting clumsy. അപ്പോൾ നമ്മുടെ സ്റ്റീഫന് നടക്കാനുള്ള ബുദ്ധിമുട്ട് വന്നു. ഹി ഹാഡ് ഫാളൺ വൺസ് ഓർ ട്വൈസ് ഫോർ എ നോ അപ്പാരൻറ്റ് റീസൺ. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ അവന് ഒന്ന് രണ്ട് തവണ എന്ത് ചെയ്തു, വീഴാൻ തുടങ്ങി. ദ ഫോളോയിങ് ഓട്ടം അറ്റ് കാംബ്രിഡ്ജ് ഹി ഹാഡ് ട്രബിൾ ടൈയിങ് ഹിസ് ഷൂസ് ആൻഡ് സം ടൈം ഹി ഹാഡ് ഡിഫിക്കൽറ്റി ടോക്കിംഗ്. സംസാരിക്കുന്നതിലും അതുപോലെ കാലുകൾ തമ്മിൽ ഷൂവിൻ്റെ ടൈയിങ് കെട്ടുന്നതിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. ദെൻ നെക്സ്റ്റ്, ഷോർട്ട്ലി ആഫ്റ്റർ ഹിസ് 21st ബർത്ത്ഡേ ഇൻ 1963 അദ്ദേഹത്തിൻ്റെ 21ാമത്തെ വയസ്സിന് ശേഷം ഹോക്കിംഗ് കോൺട്രാക്റ്റഡ് എ റെയർ ഡിസീസ്. ഒരു അപൂർവമായിട്ടുള്ള ഒരു അസുഖം ആരെ ബാധിച്ചു? നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ. എന്തായിരുന്നു ആ അസുഖത്തിൻ്റെ പേര്? അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് ആരെ ബാധിച്ചത്? നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ബാധിച്ചത്. ഫോർ വിച്ച് ദർ വാസ് നോൺ ക്യൂർ. ഇറ്റ് കോസ്ഡ് എ ഗ്രാജുവൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ നെർവ് സെൽസ് ഇൻ ദ സ്പൈനൽ കോഡ് ആൻഡ് ദ ബ്രെയിൻ. ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും നെർവ്സ്, ഞരമ്പുകളെ എന്ത് ചെയ്യാണ്? ഞരമ്പുകളെ ഡിസിൻറ്റഗ്രേഷൻ, ദ്രവിച്ച് പോകുന്ന, ഗ്രാജുവലായിട്ട് തുടർച്ചയായിട്ട് തലച്ചോറിലെയും അതുപോലെ സ്പൈനൽ കോഡിലെയും നെർവ്സൊക്കെ ദ്രവിച്ച് പോകുന്ന ഒരു അസുഖമാണ് ആരെ പിടികൂടിയിട്ടുള്ളത്? നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പിടികൂടിയത്. അറ്റ് ഫസ്റ്റ് ഹി വെൻറ്റ് ഇൻ ടു എ ഡീപ്പ് ഡിപ്രഷൻ. ഫസ്റ്റിൽ അവൻ എന്താണ്? വളരെ ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ള ഡിപ്രഷനിലേക്ക് വീഴുകയാണ് ചെയ്തത്. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ഹി ഓട്ട് ടു ഡു. അവനക്ക് അറിയില്ലായിരുന്നു എന്ത് ചെയ്യണം, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യമൊന്നും അവനക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ മാത്രമല്ല, ഓർ വാട്ട് ഹിസ് ഫ്യൂച്ചർ വുഡ് ബി ലൈക്ക്. അവൻ്റെ ഫ്യൂച്ചർ എന്തായി തീരും എന്നതിനെക്കുറിച്ചും അവനക്ക് യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല. അവനാകെ ഡിപ്രസ്ഡ് ആയിപ്പോയി. അവനക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു അല്ലേ, പക്ഷെ അതൊന്നും നടക്കില്ലേ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അവനാകെ ഡിപ്രഷൻ വന്നു. മൈ ഡ്രീംസ് അറ്റ് ദാറ്റ് ടൈം വെർ റാദർ കൺഫ്യൂസ്ഡ് ഹി അഡ്മിറ്റഡ്. ആ സമയത്ത് എൻ്റെ സ്വപ്നങ്ങളൊക്കെ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഹി അഡ്മിറ്റഡ്, അദ്ദേഹത്തിനെ അഡ്മിറ്റ് ചെയ്തു. ബിഫോർ മൈ കണ്ടീഷൻ വാസ് ഡയഗ്നോസ്ഡ് ഐ ഹാഡ് ബീൻ വെരി ബോർഡ് വിത്ത് ലൈഫ്. ബിഫോർ മൈ കണ്ടീഷൻ വാസ് ഡയഗ്നോസ്ഡ്, എൻ്റെ ആ അസുഖം ഡയഗ്നോസ്ഡ് ആവുന്നതിന് മുമ്പ് ഐ ഹാഡ് ബീൻ വെരി ബോർഡ് വിത്ത് ലൈഫ്. ജീവിതത്തോട് തന്നെ എനിക്ക് വല്ലാത്തൊരു ബോറിങ് തോന്നിത്തുടങ്ങി. കാരണം ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള ഒരാളാണ് അല്ലേ. പെട്ടെന്നാണ് ആ സ്വപ്നങ്ങളെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് കടന്നു വന്നത്, അസുഖം കടന്നു വന്നത്. അത് അദ്ദേഹത്തിന് ജീവിതത്തിൽ വല്ലാത്ത നിരാശയാണ് ഉണ്ടാക്കിയത്. ദർ ഡി നോട്ട് സീം ടു ബി എനിത്തിങ് വിത്ത് വർത്ത് ഡൂയിങ്. ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ. ബട്ട് ഷോർട്ട്ലി ആഫ്റ്റർ ഐ കെയിം ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ. പക്ഷേ ഷോർട്ട്ലി ആഫ്റ്റർ ഐ കെയിം ഔട്ട് ഓഫ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതോടെ ഐ ഡ്രീംഡ്, ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി. ദാറ്റ് ഐ വാസ് ഗോയിങ് ടു ബി എക്സിക്യൂട്ടഡ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വന്നതോട് കൂടിയിട്ട് ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി. സഡൻലി റിയലൈസ്ഡ് ദാറ്റ്, പെട്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, ദാറ്റ് ദർ വേർ എ ലോട്ട് ഓഫ് വർത്ത് വൈൽ തിങ്സ് ടു ഡു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഉണ്ട് എന്നുള്ള കാര്യം
ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ എനിക്ക് കഴിയുമെന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്തു, ഞാൻ തിരിച്ചറിഞ്ഞു. ഐ സഡൻലി റിയലൈസ്ഡ് ദാറ്റ് ദർ വെർ എ ലോട്ട് ഓഫ് വർത്ത് വൈൽ തിങ്സ് ടു ഡു ഇഫ് ഐ വെർ റിപ്രൈവ്ഡ് ഇഫ് ഐ വെർ റിലീസ്ഡ്. ഞാൻ ഈ അസുഖത്തിൽ നിന്ന് മുക്തനാവുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ ഉണ്ട് എന്നുള്ള കാര്യം ഹി റിയലൈസ്ഡ്, അയാൾ തിരിച്ചറിഞ്ഞു. ദെൻ another recurring dream was the idea of sacrificing my life to save others. ആ സമയത്ത് ഞാൻ കണ്ട മറ്റൊരു ഡ്രീം എന്ന് പറയുന്നത് എന്തായിരുന്നു? ദ ഐഡിയ ഓഫ് സാക്രിഫൈസിങ് മൈ ലൈഫ് ടു സേവ് അതേഴ്സ്. എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുക, ത്യജിക്കുക എന്നുള്ള ഒരു സ്വപ്നം കൂടെ ഞാൻ കാണാൻ തുടങ്ങി. ആൻഡ് ആഫ്റ്റർ ഓൾ ഇഫ് ഐ വെർ ഗോയിങ് ടു ഡൈ ഐ മൈറ്റ് ആസ് വെൽ ഡു സം ഗുഡ്. ആഫ്റ്റർ ഓൾ, അതിൻ്റെ ഫലമായിട്ട് ഇഫ് ഐ വെർ ഗോയിങ് ടു ഡൈ, ഞാൻ മരിക്കാൻ പോവുകയാണെങ്കിൽ ഐ മൈറ്റ് ആസ് വെൽ ഡു സം ഗുഡ്, ഞാൻ തീർച്ചയായിട്ടും മറ്റ് എന്തെങ്കിലും നല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്യും എന്ന് ആര് തീരുമാനിക്കുകയാണ്? നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് തീരുമാനിച്ചു. ഹോക്കിങ്സ് ഡോക്ടേഴ്സ് ഹോപ്ഡ് ദാറ്റ് ദീസ് കണ്ടീഷൻ വുഡ് സ്റ്റെബിലൈസ്, but the disease aggravated rapidly. They soon informed him that he had only about 2 more years to live. ഹോക്കിങ്ങിനെ പരിശോധിക്കുന്ന ഡോക്ടേഴ്സ് പ്രതീക്ഷിച്ചു ദാറ്റ് ഹിസ് കണ്ടീഷൻ വുഡ് സ്റ്റെബിലൈസ്, അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ മാറി വരും എന്ന് അവരെന്ത് ചെയ്തു, പ്രതീക്ഷിച്ചു. പക്ഷേ ദ ഡിസീസ് അഗ്രവേറ്റഡ് റാപ്പിഡ്ലി, പക്ഷേ ആ അസുഖം കൂടുതൽ വ്യാപിക്കുകയാണ് ചെയ്തത്. ദേ സൂൺ ഇൻഫോംഡ്, അവർ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ഇൻഫോം ചെയ്തു. ഹി ഹാഡ് ഓൺലി അബൌട്ട് 2 more years to live, ഏകദേശം 2 വർഷത്തിൽ കൂടുതൽ അദ്ദേഹം ജീവിച്ചിരിക്കില്ല എന്നുള്ള സത്യം ഡോക്ടർമാർ ആരോട് പറഞ്ഞു? നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനോട് പറഞ്ഞു. ഓക്കെ, ദെൻ 2 years passed, 2 വർഷം കടന്നുപോയി. ദ പ്രോഗ്രഷൻ ഓഫ് ദ ഡിസീസ് ഹാഡ് സോൾവ്ഡ്, ആ അസുഖത്തിൻ്റെ വളർച്ച, അസുഖത്തിൻ്റെ പ്രോഗ്രഷൻ എന്തായി തുടങ്ങി? സ്ലോ ആയി തുടങ്ങി. അതിങ്ങനെ അസുഖം കുറഞ്ഞ് വരാൻ തുടങ്ങി. ഐ ഡിഡിൻ ഡൈ, ഞാൻ മരിക്കില്ല. ഇൻ ഫാക്ട് ആൾദോ ദർ വാസ് എ ക്ലൗഡ് ഹാങ്ങിങ് ഓവർ മൈ ഫ്യൂച്ചർ, ഐ ഫൗണ്ട് ടു മൈ സർപ്രൈസ് ദാറ്റ് ഐ വാസ് എൻജോയിങ് ലൈഫ് ഇൻ ദ പ്രസൻറ്റ്. ഐ ഡിഡിൻ ഡൈ, ഞാൻ മരിക്കില്ല. ഇൻ ഫാക്ട്, എന്നിരുന്നാലും, ആൾദോ ദർ വാസ് എ ക്ലൗഡ്, ഒരു മേഘം എന്ത് ചെയ്യുന്നുണ്ട്? ഹാങ്ങിങ്, തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഓവർ മൈ ഫ്യൂച്ചർ, എൻ്റെ ഭാവിക്ക് മുകളിൽ ഒരു കാർമേഘം തൂങ്ങിക്കിടക്കുന്നുണ്ട്. ബട്ട് ഐ ഫൗണ്ട് ടു മൈ സർപ്രൈസ് ദാറ്റ്, പക്ഷേ ഞാൻ കണ്ടെത്തി, എൻ്റെ സർപ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഐ വാസ് എൻജോയിങ് ലൈഫ് ഇൻ ദ പ്രസൻറ്റ്, പ്രസൻറ്റിലെ ഈ ജീവിതം ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. മോർ ദാൻ ബിഫോർ, മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഈ ലൈഫ് ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ടോട്ടൽ ഡിസബിലിറ്റി ആൻഡ് ഡെത്ത്, that still a not too distant certainty was postponed. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതം മറ്റുള്ള അതിന് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ എൻജോയ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? എൻ്റെ ഡിസബിലിറ്റി ആൻഡ് ഡെത്ത്, മരണവും അതുപോലെ അസുഖവും, അത് രണ്ടും എന്നെ വിട്ട് അകലാൻ തുടങ്ങി, എന്നിൽ നിന്ന് പോസ്റ്റ്പോണ്ട് ആയി തുടങ്ങി, മാറ്റപ്പെട്ടു. ഹോക്കിംഗ് ഹാഡ് ഹിസ് റിപ്രീവ്, എ precarious and temporary one, but life was precious. അപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? ഹോക്കിംഗ് ഹാഡ് ഹിസ് റിപ്രീവ് ആൻഡ് എ പ്രിക്കാരിയസ് ആൻഡ് എ ടെമ്പററി വൺ, ബട്ട് ലൈഫ് വാസ് പ്രഷ്യസ്. ജീവിതം എന്ന് പറയുന്നതാണ് എന്ത്? വിലമതിക്കാനാവാത്തതാണ്. ജീവിതം എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്തതാണ്. അപ്പോൾ എന്താണ്? ഹോക്കിംഗ് ആഡ് ഹിസ് റിപ്രീവ് മീൻസ് റിലീസ്. എ പ്രിക്കാരിയസ് അൺസ്റ്റേബിൾ ആൻഡ് ടെമ്പററി വൺ. അപ്പോൾ അസുഖങ്ങൾ എന്ന് പറയുന്നതൊക്കെ എന്താണ്? റിലീസാണ്, റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ എന്താണ്? അൺസ്റ്റേബിളാണ്, നിലനിൽക്കാത്തതാണ്. പക്ഷേ ജീവിതം എന്ന് പറയുന്നതാണ് പ്രഷ്യസ് എന്ന് ആര് പറയുകയാണ്? നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നത്. സോ ലൈഫ് ഈസ് പ്രഷ്യസ്, ലൈഫ് ദിസ് മൊമെൻറ്റ്, ഈ പ്രസൻറ്റ് ലൈഫ് ജീവിച്ച് തീർക്കണം എന്നാണ് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഈ പ്രൊഫൈൽ നമുക്ക് പറഞ്ഞു തരുന്നത്.
At a New Year's party at St. മാറിപ്പോയില്ലേ പാരഗ്രാഫ് ഇല്ല ഓക്കെ. At a New Year's party at St. Albans, just before he entered the hospital for tests, Hawking met Jane Wilde. At New Year's party, ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ അറ്റ് സെൻറ്റ് ആൽബൻസിൽ ഒരു ന്യൂ ഇയർ പാർട്ടി ജസ്റ്റ് ബിഫോർ എൻറ്റേർഡ് ദ ഹോസ്പിറ്റൽ ഫോർ ടെസ്റ്റ്, ഹോസ്പിറ്റലിൽ ടെസ്റ്റിന് എൻ്റർ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് നടന്നിട്ടുള്ള ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ വെച്ചിട്ട് ഹോക്കിംഗ് മെറ്റ് ജെയിൻ വൈൽഡ്. ഹോക്കിംഗ് ആരെ കണ്ടുമുട്ടി? ജെയിൻ വൈൽഡിനെ കണ്ടുമുട്ടി. To her, this disheveled graduate student seemed terribly intelligent, eccentric and rather arrogant. But he was interesting and she liked his wits. അപ്പോൾ അവിടെ വെച്ചിട്ട് ആരെ കണ്ടുമുട്ടി? നമ്മുടെ ജെയിൻ വൈൽഡ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. ടു ഹർ, അവൾ എങ്ങനെയായിരുന്നു? ദിസ് ഡിഷെൽവ്ഡ് മീൻസ് അൺഫെയിൽഡ്, ഒരിക്കലും തോൽക്കാത്ത ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. സീംഡ് ടെറിബിളി ഇൻ്റലിജൻറ്റ്, വളരെയധികം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അതുപോലെ എക്സെൻട്രിക് ആയിരുന്നു. എക്സെൻട്രിക് എന്ന് പറഞ്ഞാൽ അസാധാരണമായിട്ടുള്ള കഴിവുള്ളൊരു കുട്ടിയായിരുന്നു. പിന്നെ റാദർ അരോഗൻറ്റ് മീൻസ് ദേഷ്യ സ്വഭാവം, അതുപോലെ ദേഷ്യ സ്വഭാവമുള്ളൊരു കുട്ടിയായിരുന്നു. ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ്, പക്ഷേ എന്താണ്, ആൻഡ് ഷീ ലൈക്ക്ഡ് ഹിസ് വിറ്റ്, പക്ഷേ അവൾക്ക് അവനിൽ വല്ലാത്ത ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ ഷീ ലൈക്ക്ഡ് ഹിസ് വിറ്റ്, അവൻ്റെ തമാശകളൊക്കെ ആർക്ക് നന്നായിട്ട് ഇഷ്ടമായി? നമ്മുടെ ജെയിനിന് ഇഷ്ടമായി. വെൻ ജെയിൻ മേറ്റ് ഹിം എഗെയിൻ ആഫ്റ്റർ ഹിസ് ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ. വെൻ ജെയിൻ മെറ്റ് ഹിം, വീണ്ടും ജെയിന് കണ്ടുമുട്ടി. എഗെയിൻ ആഫ്റ്റർ ഹിസ് ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ വീണ്ടും കണ്ടുമുട്ടി. ഹി വാസ് റിയലി ഇൻ എ പാത്തറ്റിക് സ്റ്റേറ്റ്, അവൻ ആ സമയത്ത് വല്ലാത്ത ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. ഐ തിങ്ക് ഹി ഈസ് ലോസ്റ്റ് ഹിസ് വിൽ ടു ലീവ്. ഇത് നമ്മുടെ ജെയിൻ പറയുന്ന വാക്കുകളാണ്. ഐ തിങ്ക്, ഞാൻ കരുതി, ഹി ഈസ് ലോസ്റ്റ് ഹിസ് വിൽ ടു ലീവ്, അദ്ദേഹത്തിന് ജീവിക്കാനുള്ള കഴിവ് പോലും ആഗ്രഹം പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നി. ഹി വാസ് വെരി കൺഫ്യൂസ്ഡ്, അവൻ എന്തായിരുന്നു, വല്ലാതെ കൺഫ്യൂസ്ഡ് ആയിരുന്നു ആ സമയത്ത്. ഷീ കമൻറ്റഡ്, ഇതാര് പറയുന്നതാണ്? നമ്മുടെ സ്റ്റീഫനെ കുറിച്ച് ജെയിൻ പറയുന്ന വാക്കുകളാണ് കേട്ടോ. ഐ തിങ്ക് ഹി ഈസ് ലോസ്റ്റ് ഹിസ് വിൽ ടു ലീവ്, ഹി വാസ് വെരി കൺഫ്യൂസ്ഡ്, ഷീ കമൻറ്റഡ്. ഷി വാസ് നോട്ട് ഹൗ പുട്ട് ഓഫ് ബൈ ഹിസ് ഫിസിക്കൽ ഓർ മെൻ്റൽ കണ്ടീഷൻ. ഹി വാസ് നോട്ട് പുട്ട് ഓഫ് by his physical and mental condition. She was rather a shy teenager. അവളൊരു പുട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസം നഷ്ടപ്പെടുക. പക്ഷേ അവൾക്ക്, അതായത് അവനെ കണ്ടപ്പോൾ അവൾക്ക് തോന്നിയത് എന്താണ്? സ്റ്റീഫന് തൻ്റെ കഴിവിൽ, തൻ്റെ ജീവിതത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് ആർക്ക് തോന്നിയത്? സ്റ്റീഫനെ കണ്ടപ്പോൾ ആർക്ക് തോന്നിയത്? സ്റ്റീഫൻക്ക് അവനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് ജെയിമിന് തോന്നി. പക്ഷേ ജെയിനിന് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നില്ല. പുട്ട് ഓഫ് ബൈ ഹിസ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ കണ്ടീഷൻ, അവൻ്റെ മെൻ്റൽ കണ്ടീഷൻ അതുപോലെ ഫിസിക്കൽ കണ്ടീഷനൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു വിശ്വാസം ആർക്കുണ്ടായിരുന്നില്ല? നമ്മുടെ ജെയിനിന് ഉണ്ടായിരുന്നില്ല. ഷീ വാസ് റാദർ എ ഷൈ ടീനേജർ, അവളൊരു ടീനേജർ, നാണം കുണുങ്ങിയായിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു. മാത്രമല്ല സീരിയസ് മൈൻഡഡ്, വളരെ സീരിയസ് മൈൻഡഡ് ആയിരുന്നു. വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്, അതുപോലെ ദൈവത്തിൽ വളരെ ശക്തമായിട്ട് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു നമ്മുടെ ജെയിൻ. ആൻഡ് ഇൻഗ്രൈൻഡ് ഫ്രം ചൈൽഡ്ഹുഡ് ബൈ ഹെർ മദർ. ഇൻഗ്രൈൻഡ് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് കിട്ടിയത്, അമ്മയിൽ നിന്ന് കിട്ടിയതാണ് എന്ത്? ദൈവത്തിലുള്ള വിശ്വാസം. ആൻഡ് എ ബിലീഫ് ദാറ്റ് ഗുഡ് ക്യാൻ കം ഔട്ട് ഓഫ് എനി അഡ്വേഴ്സിറ്റി. അത് മാത്രമല്ല അവൾക്ക് വല്ലാത്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു, നല്ല കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഏത് വലിയ സിറ്റുവേഷനിലാണെങ്കിൽ പോലും, ഏത് അഡ്വേഴ്സിറ്റി ആണെങ്കിലും അവിടെ നിന്ന് നല്ലതെല്ലാം പുറത്ത് വരും എന്നുള്ളൊരു വിശ്വാസവും കൂടി നമ്മുടെ ജെയിനിന് ഉണ്ടായിരുന്നു. ദെൻ ഹോക്കിംഗ് അഡ്മയർഡ് ഹെർ ഓപ്റ്റിമിസം ആൻഡ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്ഡ് സ്ലോലി. ഹോക്കിംഗ് അവളുടെ ആ ഒരു ഓപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചിന്താഗതി, പെസിമിസം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചിന്താഗതിയാണ്. അപ്പോൾ ഓപ്റ്റിമിസം, അവളുടെ ആ പോസിറ്റീവ് ചിന്താഗതിയെ ഹോക്കിംഗ് വല്ലാതെ അഡ്മയർ ചെയ്തു. ആൻഡ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്ഡ് സ്ലോലി. അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് വളരെ സാവധാനം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി, നന്നായിട്ട് പുരോഗമിച്ചു. ആഫ്റ്റർ എ വൈൽ
ദ ടു ബിഗാൻ ടു റിയലൈസ് ഇൻ ജെയിൻസ് വേർഡ്സ്. ജെയിൻ്റെ വാക്കുകളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും തിരിച്ചറിഞ്ഞു എന്ത്, ദാറ്റ് ടുഗദർ, ഒരുമിക്കാൻ വേണ്ടി. വി കുഡ് മേക്ക് സംതിങ് വർത്ത് വെയിൽ, ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയി തീരാമെന്നുള്ള കാര്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് ജെയിൻ പറയാണ്. ഫോർ സ്റ്റീഫൻ ദാറ്റ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസസ്. ഹി അപ്ലൈഡ് ഫോർ എ റിസർച്ച് ഫെലോഷിപ്പ് അറ്റ് കെയ്സ്, വൺ ഓഫ് ദ കോളേജ് ഇൻ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഒരു കോളേജായ ക്വെയ്സിൽ അവന് റിസർച്ചിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ ആ ഒരു തീരുമാനമാണ് ജെയിൻ്റെയും സ്റ്റീഫൻ ഹോക്കിങ്ങും ഒരുമിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ആ ഒരു തീരുമാനമാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ലൈഫിൽ ഓൾ ദ ഡിഫറൻസ്, എല്ലാവിധ ഡിഫറൻസും ഉണ്ടാക്കിയെടുത്തത്. ഇൻ 1965, 1965 അറ്റ് ദ ഏജ് ഓഫ് 23, 23-ാമത്തെ വയസ്സിൽ ഹോക്കിങ് റിസീവ്ഡ് ഹിസ് ഫെലോഷിപ്പ് അറ്റ് കെയ്സിൽ നിന്ന് അവനക്ക് ഫെലോഷിപ്പ് കിട്ടി. ആൻഡ് ഇൻ ജൂലൈ ഓഫ് ദ സെയിം ഇയർ, ആ വർഷം തന്നെ 1965 ജൂലൈ മാസത്തിൽ ജെയിൻ ആൻഡ് ഹി വേർ മാരീഡ്, ജെയിനും നമ്മുടെ സ്റ്റീഫനും കല്യാണം കഴിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ഇന്ന് എടുക്കുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ എടുത്തത് വരെ നന്നായിട്ട് വായിക്കുക, അതുവരെയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതി വിട്ടു തരാം. ഓക്കെ, ഇൻഷാ അല്ലാ. സി യു അഗെയിൻ. അസ്സലാമു അലൈക്കും.